Hello guys, welcome back to my channel. Welcome back to our channel. ബേബിക്ക് കുറച്ച് സ്റ്റിക്കർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ടിടാം. അപ്പം ബേബി ഉറങ്ങിയ സമയത്ത് ഞാനും ഉറങ്ങിപ്പോയി. അത് കാരണം ബേബി എണീറ്റപ്പോഴത്തേക്കുമാണ് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് വന്നത്. അപ്പം നമ്മൾ കുറച്ച് പടം വരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പടം വരച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്റ്റിക്കർ ഉണ്ടാക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ്സ് ഉണ്ടല്ലോ. നമ്മൾ സ്റ്റിക്കർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഡ്രോയിങ്സ് ഇതിലോട്ട് വരച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബേബിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളും ബേബിക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് പടം വരയ്ക്കാം. കുട്ടി കുട്ടിയായിട്ടാണ് കേട്ടോ വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ കുട്ടി കുട്ടിയായിട്ട് വരയ്ക്കട്ടെ. നമ്മൾ ഫസ്റ്റ് എന്താ വരയ്ക്കുക? ഫസ്റ്റ് നമുക്ക് മിയ വരയ്ക്കണോ? പരിപാടികളൊക്കെ ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനും വിചാരിക്കുന്ന പിന്നെ പാവല്ലേ കൂടി ഇരുന്നോട്ടേ എന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കൂടുതൽ വീഡിയോസും അവൻ ഉണർന്നിരിക്കുമ്പോഴത്തേക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി അവനെങ്ങാനും ഇതിനോടൊരു താല്പര്യം തോന്നിയാലോ, നമ്മളായിട്ട് താല്പര്യം ഇല്ലാണ്ടാക്കണ്ടല്ലോ, അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി ഒരു അവസരം ഒരുക്കാതിരിക്കണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, സാറ് കാണട്ടെ, സാറ് കണ്ടിട്ട് സാറ് കണ്ടിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരെണ്ണം വരച്ചു. ഇനി നമുക്ക് ബാക്കി ഇവിടെ വരച്ചിട്ടാവാം. അപ്പം നമ്മൾ കുറച്ച് പടം വരച്ചു. ആദ്യം ഞാൻ പേന വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരെണ്ണം വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ അതിൻ്റെ ഇടയിൽ കൈ വെച്ച് തട്ടി തന്നു. അങ്ങനെ തട്ടിയപ്പോഴത്തേക്കും അടുത്തത് വരച്ചപ്പോൾ അത് തെറ്റി. അങ്ങനെ പിന്നെ അത് കളഞ്ഞിട്ട് പെൻസിൽ വെച്ച് വരച്ചിട്ട് പിന്നെ അതിൻ്റെ മണ്ടയിൽ കൂടെ പേന വെച്ച് വരച്ചു. എന്നെ ഒന്നും പറയാൻ സമ്മതിക്കാറില്ല. പൊതുവെ പിള്ളേരങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വരച്ചെടുത്തു. ഇങ്ങനെ ഒരു 6 ക്യാരക്ടർ ഞാൻ വരച്ചെടുത്തു. 6 ക്യാരക്ടർ ഞാൻ വരച്ചെടുത്തു. നമുക്കിത് കളർ ചെയ്തെടുക്കാം കേട്ടോ. ചുമ്മാ ഇരിക്കേ, ഞാനിത് ഉണ്ടാക്കി തരത്തില്ല കേട്ടോ, കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ. ബേബി കളർ എടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങ് അപ്പുറത്താണ് ഞാൻ കളർ വെച്ചേക്കുന്നത്. ഞാൻ ഈ 3 കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ പടത്തിനും അനുസരിച്ച് ഓരോ കളർ ചെയ്യുമ്പോഴത്തേക്ക് ഇവയിന് തട്ടിയത് കുളമാക്കി ഞാൻ ഒന്നേന്ന് വരയ്ക്കേണ്ടി വരുമോ എന്തോ എനിക്ക് സംശയമുണ്ട്. മടിയിൽ കാര്യമായിട്ട് കയറി ഇരിക്കുന്നുണ്ട്. ചീത്തയായി പോകത്തില്ലേ? ഈ കുരുത്തക്കേട് കരുതിയിട്ടാണ് ഞാൻ ഇവൻ ഉറങ്ങുമ്പോഴത്തേക്കും എല്ലാം ചെയ്യണത്. പാവല്ലേ കുഞ്ഞല്ലേ എന്ന് വിചാരിക്കുമ്പം കുരുത്തക്കേടിൻ്റെ പ്രോ. അപ്പം നമ്മൾ ഓക്കെ അപ്പം നമ്മൾ കളർ ചെയ്തിട്ട് വരാവേ. ഇതിൻ്റെയൊക്കെ അടപ്പ് എവിടെയാടാ? ഉണ്ടാ തന്നെ. ഇപ്പം നമ്മൾ പടത്തിന് കളർ ചെയ്തു. കളറിൻ്റെ അടപ്പെല്ലാം സാർ അടിച്ചുകൊണ്ട് പോയി, കുറേ താഴെയും പോയി. കളർ ചെയ്തെടുത്തു. ഇതിങ്ങനെയാണ് കളർ ചെയ്തെടുത്തത്. പുള്ളിക്കാരിയുടെ മുടിക്ക് കളർ കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എങ്ങാനും കളർ ചെയ്ത് കുളമായാലും അല്ലെങ്കിൽ കുളമായി. കളർ ചെയ്യുന്നതിന് മുമ്പേ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു തോന്നുന്നു. കളർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭംഗിയും കൂടെ പോയി കിട്ടി. എന്തുവാടാ? ഇതാണ് സംഭവം. അപ്പം ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവേ. ഞാനിത് കീറിയെടുക്കട്ടെ. കീറിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
എല്ലാം സമ്മതിച്ചു തരും, വീണ്ടും കേൾക്കും. പക്ഷേ അതങ്ങോട്ട് ചെയ്യാൻ അനുസരിക്കുക എന്നുള്ളതാണ് പാട്. അപ്പം ഇതേപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനിയാണ് നമ്മുടെ പരിപാടി വരുന്നത്. ഇനി എൻ്റെ ബേബി ലേശം ആ ചെയറിലേക്കൊന്ന് ഇരുന്ന് തരേണ്ടതാണ്. ബേബി ഒന്ന് ഇരുത്തട്ടെ. നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിൽ വയ്ക്കുന്ന പേപ്പറുണ്ടല്ലോ, ബേക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ, അത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ പേപ്പർ അതെടുത്താൽ മതി. നെയിം സ്ലിപ്പ് ഒട്ടി വരുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ പിന്നെ പുറകുവശത്ത് ഉണ്ടാവണേ, ആ പേപ്പർ എടുത്താൽ മതിയേ. അതെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ പ്ലെയിൻ സെല്ലോ ടേപ്പില്ലേ, അതിനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ തുടക്കം കൂടിയാ കിട്ടി. നൈസിനെ അടിച്ചോണ്ട് പോവേ. വൃത്തിക്ക് ഒട്ടിച്ചു കൊടുത്തു, ചുളിവും മടക്കൊന്നും ഇല്ലാതെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ സ്റ്റിക്കർ, ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചില്ലേ, ഈ ടേപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവേ. ടേപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണമേ. അടുക്കി വെക്കട്ടെ. ഫസ്റ്റ് അടുക്കി വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ചൂടുങ്ങോ എന്തോ കണ്ണം വെച്ചോ, എനിക്ക് വേണ്ട, കണ്ണം വെച്ചോ. ഇതിങ്ങനെയാണ്, എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ മേടിക്കണം, മേടിച്ചില്ലേ പിന്നെ വഴക്കായി, ബഹളമായി, സങ്കടമായി. ഇത് ഞാൻ ഇളക്കിയിട്ട് അങ്ങോട്ട് സെറ്റാവുന്നില്ല, കുറേയൊക്കെ വേസ്റ്റായി പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. ആ ഷേപ്പ് ആ ഒരു
ആ ഒരു പടം കറക്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. തരാം തരാം തരാം, കണ്ണന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കണേ, തരും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണമേ. ബാക്കി കൂടെ കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ സെല്ലോ ടേപ്പ് കുറച്ച് കടത്തി വിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനുള്ളത്. എന്നാലേ നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇട്ടോളൂ. ആ ഒരു പടത്തിൻ്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചിലപ്പോൾ ഇത് ഒട്ടാതെ വരും. അതുകൊണ്ട് അത് നോക്കിയിട്ട് കട്ട് ചെയ്യണം. ഇതിൽ ഞാൻ കുറച്ചുകൂടെ കടത്തി വിട്ടിട്ടുണ്ട്, പക്ഷെ ഇതിൽ ഞാൻ അത്രയും കടത്തി വിട്ടിട്ടില്ല. അപ്പോൾ ഓരോന്നിലും ഞാൻ ഓരോ രീതിക്കാണ് കട്ട് ചെയ്ത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യണ ഏതാണെന്ന് അറിയത്തില്ല. എന്തുവാ അപ്പം നമുക്കിത് പേപ്പറിൽ ഇനി ഒട്ടിച്ചു നോക്കാം. നമുക്കിത് ഒട്ടിച്ചു നോക്കാം. ഇതിൻ്റെ പുറകിൽ നമ്മൾ നെയിം സ്ലിപ്പ് ഇളക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ പുറകിലെ പേപ്പറിന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുമേ. നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ ഇളക്കുന്ന പോലെ നമുക്ക് ഇതിൻ്റെ പുറകിലെ പേപ്പറിനെ നമുക്കിത് ഇങ്ങനെ ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാവേ. ഞാൻ ഡ്രോയിങ് ചെയ്യണ ബുക്കിൻ്റെ പുറകിലാണ് കേട്ടോ ഒട്ടിച്ചെടുക്കണേ. ഒട്ടിയിട്ടുണ്ട്, സംഭവം സെറ്റായിട്ടുണ്ട്. സ്റ്റിക്കർ, നമ്മുടെ സ്വന്തം ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിൽ ഒട്ടിക്കുന്നില്ല, കാരണം ബേബിക്ക് ഒരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എൻ്റെ അടുത്താണ് പേപ്പർ എടുക്കാൻ, എൻ്റെ അടുത്തില്ല. ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ ബുക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പേപ്പറിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ് ഞാനെല്ലാം ഒട്ടിച്ചു. സിംഹത്തിന് അതിൽ നിന്നിളക്കി ഇതിലൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ എങ്ങനെ സെറ്റായോ? അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, സി യു പറഞ്ഞു. പിന്നെ ബൈ ബൈ, സി യു.